ഹായ് എല്ലാ കൂട്ടുകാർക്കും ഋഷ്മ ലോക്സിന്റെ പുതിയ സ്വാഗതം. ഈ ഓണത്തിന് 10 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ ഏത് ഹ്യുണ്ടായി കാറാണ് വാങ്ങേണ്ടത്? നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വെന്യൂ, എക്സ്റ്റർ, ഗ്രാൻഡ് ഐറ്റനിയേഴ്സ്, i20. ഇനി ഗ്രാൻഡ് ഐറ്റനിയേഴ്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ ഗ്രാൻഡ് ഐറ്റനിയേഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഗ്രാൻഡ് ഹാച്ച് ബാക്ക് ആണ്. ഗ്രാൻഡ് ഐറ്റനിയേഴ്സ് നിങ്ങൾക്ക് മോസ്റ്റ് വാല്യൂ ഫോർ മണി വരുന്നുണ്ട്. ഈ സ്പോട്ട് ഓപ്ഷൻ വരുന്നതാണ്. ഇനി വെന്യൂലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ വെന്യൂവിൽ നിങ്ങൾക്ക് SUV സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് വെന്യൂ ആണ്. വെന്യൂവിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വരുന്നുണ്ട്. യെസ് ഓപ്ഷൻ വരുന്നതാണ്. എക്സ്റ്ററിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ എക്സ്റ്ററിൽ നിങ്ങൾക്ക് മൈക്രോ SUV ഇറങ്ങുന്ന സെഗ്മെന്റ് എക്സ്റ്റർ ആണ്. എക്സ്റ്ററിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വരുന്നുണ്ട്. ESX വരുന്നതാണ്. ഇനി അപ്പോൾ ഇവരിൽ 10 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ ഏത് വാഹനം ഓഫറെല്ലാം കഴിഞ്ഞിട്ടുള്ള എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം, ഏതാണ് വാല്യൂ ഫോർ മണി, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രാൻഡ് ഈ 4 വാഹനങ്ങളിൽ 10 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഏത് ഹ്യുണ്ടായി കാറാണ് വാങ്ങേണ്ടത്? നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഗ്രാൻഡ് ഐറ്റനിയേഴ്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ ഗ്രാൻഡ് ഐറ്റനിയേഴ്സ് നിങ്ങൾക്ക് 70,000 രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. നിയോസിൽ നിങ്ങൾക്ക് മോസ്റ്റ് വാല്യൂ ഫോർ മണി വരുന്നുണ്ട്. ഈ സ്പോട്ട് ഓപ്ഷൻ വരുന്നതാണ്. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും സ്പോട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. വർഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നുണ്ട്. നമുക്ക് ക്രോം ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. പിന്നെ 8 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്ല വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഹൈറ്റ് അഡ്ജസ്റ്റ് ആണ്. സീറ്റ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഗ്രാൻഡ് ഐറ്റനിയേഴ്സിൽ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലേക്ക് എക്സ്പെൻസ് പോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് നിയോസിൽ കാണാം. നിയോസിൽ നിങ്ങൾക്ക് ബാക്കിൽ മിസ്സിംഗ് ആയിട്ട് പറയാൻ പറ്റുന്നത് ബാക്കിലെ വൈപ്പർ മാത്രമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ സ്പോട്ട് ഓപ്ഷൻ വേണ്ടി അവൈലബിൾ ആണ്. ഇനി വെന്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യൂവിൽ നിങ്ങൾക്ക് 85,000 രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. വെന്യൂവിൽ നിങ്ങൾക്ക് മോസ്റ്റ് വാല്യൂ ഫോർ മണി വരുന്നുണ്ട്. ഈ എസ് ഓപ്ഷൻ വരുന്നതാണ്. നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 ഇഞ്ച് വീൽസാണ്. നമുക്ക് റൂഫ് റൈൽസ് പോലെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് 8 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ വിത്ത് റിലേറ്റഡ് ഒക്കെ കൺട്രോൾസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലേക്ക് എക്സ്പെൻസ് പോലെ ഫീച്ചേഴ്സ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിൽ നിങ്ങൾക്ക് 60,000 രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. എക്സ്റ്ററിൽ നിങ്ങൾക്ക് മോസ്റ്റ് വാല്യൂ ഫോർ മണി വരുന്നുണ്ടെന്ന് വിളിക്കാവുന്നത് SX വരുന്നതാണ്. എക്സ്റ്ററിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് ലൈറ്റ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പിലൂടിയ വീൽസ്, നമുക്ക് റൂഫ് റൈൽസ് വരുന്നുണ്ട്. സൺ റൂഫ് വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. പിന്നെ 8 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്ല വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ലെതർ സീറ്റിൽ വരുന്നുണ്ട്. സെഗ്മെന്റിൽ തന്നെ മോസ്റ്റ് സ്പേഷ്യസ് ബാക്ക് സീറ്റ് വരുന്നത് നമ്മുടെ എക്സ്റ്ററിലാണ്. ബാക്കിലേക്ക് എക്സ്പെൻസ് പോലെ ഫീച്ചേഴ്സ് കാണാം. അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് എക്സ്റ്ററിൽ കാണാം. എക്സ്റ്ററിൽ നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ട് പറയാൻ പറ്റുന്നത് ബാക്കിലെ വൈപ്പർ മാത്രമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും നമുക്ക് SX വേരിയന്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ i20യിലേക്ക് വന്നു കഴിഞ്ഞാൽ i20യിൽ നിങ്ങൾക്ക് 65,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. i20യിൽ നിങ്ങൾക്ക് മോസ്റ്റ് വാല്യൂ ഫോർ മണി വരുന്നുണ്ട്. ഈ സ്പോട്ട് വരുന്നതാണ്. നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലജൻ ലൈറ്റുകളാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് സ്റ്റീൽ വീൽസ് വരുന്നുണ്ട്. നമുക്ക് ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 12 ടൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ പ്രീമിയം ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ബാക്കിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെപ്പാടെ മിസ്സിംഗ് ആയിട്ട് പറയാൻ പറ്റുന്നത് ബാക്കിലെ വൈപ്പർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 വാഹനങ്ങളിൽ 10 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് 4 വാഹനങ്ങളിൽ ഓൺ റോഡ് ഇറക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ ബൈ ബൈ.